ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ മാംഗോനെ കൊണ്ടുണ്ടാക്കുന്ന 2 ഐറ്റംസാണ് കാണിക്കുന്നത്. അതൊന്ന് സലാഡാണ്. അതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടി ഒരു ആപ്പിളും 2 മാംഗോവും പിന്നെ ഖിയാർ അത് 1-2 എടുക്കുക. പിന്നെ കുറച്ച് ഹസ് എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് നട്ട്സും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വെച്ച് എങ്ങനെ സലാഡ് ഉണ്ടാക്കുന്ന നോക്കാം. ഇതുപോലെ നമുക്ക് അതൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് സലാഡിന് ഇപ്പം നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെന്നെങ്കിൽ എല്ലാ ഐറ്റംസും എല്ലാം കൂടുതലായിട്ട് എടുത്താൽ മതി. ഞാനിപ്പം കുറച്ച് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ ഒരു ആപ്പിളും 2 മാംഗോവും 2 ഖിയാറൊക്കെ എടുത്തത്. ഇതുപോലെ എല്ലാം നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പം മാംഗോ ഒക്കെ കുറച്ച് അധികം ഇടുന്നതിനനുസരിച്ചിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് വാൾനട്ട്സും നമുക്ക് ഇതുപോലെ ചെറിയ കട്ട് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. എല്ലാം കട്ട് ചെയ്തിട്ടതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാലൻസ് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് മയോണൈസാണ്. മയോണൈസ് അതുപോലെ 1-2 ടേബിൾ സ്പൂണ് മയോണൈസും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പം നല്ല അടിപൊളി സലാഡ് റെഡിയായി. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ വെറൈറ്റി സലാഡൊക്കെ ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ മാംഗോ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. പിന്നെ ഞാൻ അടുത്തത് ഉണ്ടാക്കിയത് അതുപോലെ മാംഗോ വെച്ചിട്ട് തന്നെ ഒരു ക്രീമി മാംഗോ ആണ്. ഇതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് മതി ഇതിന്. അത് നമുക്ക് വളരെ ടേസ്റ്റിയുള്ള ഒരു മാംഗോ ക്രീമാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി കുറച്ച് മാംഗോ എടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള മാംഗോ ആണെങ്കിൽ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ക്രീം ഞാനിപ്പം നെസ്റ്റിൽ ക്രീമാണ് ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീമും ചേർക്കുക. പിന്നെ മധുരത്തിനനുസരിച്ചിട്ട് മിൽക്ക് മെയ്ഡും ചേർത്ത് മിക്സിയിൽ എല്ലാം കൂടി അടിച്ചെടുത്താൽ മതി. അത് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇതുപോലെ മാംഗോ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. നല്ല ക്രീമിയായ മാംഗോ ആണ്, നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ആക്കി കഴിക്കാൻ വേണ്ടി അതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ പിസ്തയും ബദാമൊക്കെയാണ് ഇട്ട് കൊടുത്തത്. അതും ഇട്ട് കുറച്ച് തണുത്തതിന് ശേഷം ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അതുപോലെ പെട്ടെന്നാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ മാംഗോ ഒക്കെ ഉള്ളത് കൊണ്ട് ഈ ഐറ്റംസൊക്കെ ട്രൈ ചെയ്യാൻ നല്ല ടേസ്റ്റാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.